മഞ്ജു വാര്യർ, ദിലീപ് വിവാഹമോചനം വളരെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. എന്തുകൊണ്ടാണ് ഇരുവരും പിരിയാൻ തീരുമാനിച്ചതെന്ന് താരങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ താനാണ് വിവാഹമോചനം നൽകിയെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് മുമ്പ് ദിലീപ് നൽകിയൊരു അഭിമുഖമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 1998-ലാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ ഉണ്ട്. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിവോഴ്സ് പെറ്റീഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബചരിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് അതിലുണ്ട്. അതൊരു പെറ്റീഷൻ മാത്രമല്ല, അതിൽ പ്രതികളുണ്ട്, കക്ഷികളുണ്ട്, സാക്ഷികളുണ്ട്. 100% വിശ്വസിക്കുന്ന തെളിവുകൾ അടക്കമുള്ള ഞാൻ കോടതിയിൽ കൊണ്ടുപോയി വെച്ച് എനിക്ക് ഇനി തീരുമാനം ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അതിൽ പ്രമുഖർ ഒരുപാട് പേരുണ്ട്. പ്രമുഖരൊക്കെ നമ്മൾ പറയുന്ന പറയുന്ന വലിയ വിഷമമുണ്ട്. അതിനെല്ലാം ഞാൻ മാനിക്കുന്നുമുണ്ട്. അവരുടെ നല്ല മുഖങ്ങൾ ഒന്നും പുറത്തു വരാതിരിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ശരിക്കും രഹസ്യ വിചാരണ എന്ന് പറയുന്ന ഒരു വിഷയം കൂടി എടുത്തു വച്ചത്. കാരണം ഞാൻ ആരുടെയും ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഒരുപാട് പേർ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. ആരുടെ ഇമേജും കുഴപ്പത്തിലാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ മകളുടെ ഭാവി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ മൗനം ആയിട്ടിരിക്കുന്നത്. എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളുമായി പോകുന്നുണ്ട്. ഞാൻ ഈ വഴിക്ക് അവരുടെ പുറകെ പോകില്ല. അത് കഴിഞ്ഞ് ഒരു വിഷയമുണ്ട്. മറ്റുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞാനെന്തോ ഭീകരമായി പിറകിൽ നടന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ കേട്ടോ എന്നൊക്കെ ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ മകളുടെ പഠിപ്പ് അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ, എൻ്റെ ജോലി, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് നിൽക്കുന്നുണ്ട്. ഞാനത് ഓപ്പണായി ചെയ്യേണ്ട ഒരവസ്ഥ ആരും ഉണ്ടാക്കില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. 100% കാവ്യയല്ല എൻ്റെ ജീവിതത്തെ തകരാനുള്ള കാരണം. ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം. കാവ്യ എനിക്കിഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. ഇഷ്ടം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ പ്രണയമെന്ന് പറഞ്ഞ് എടുക്കരുത്. അത്രയും വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. ശരിക്കും കാവ്യയാണ് ഇതിൽ കാര്യം എന്ന് നമ്മൾ മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യാഭർതൃ ബന്ധം ഒന്നും ആയിരുന്നില്ല. അത്രയും ശക്തമായ കൂട്ടുകാരായിരുന്നു. എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. അതുപോലൊരു സൗഹൃദ ബന്ധത്തിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ ഒരവസ്ഥ ഉണ്ടായത്. അതിൽ വിഷമം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിലേക്ക് കാവ്യ പിടിച്ചിട്ടത് പല വർത്തമാനങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ ന്യായീകരിക്കുന്നില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാവ്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വെള്ളപൂശി റെഡിയാക്കി എന്ന് വെക്കാം എന്ന രീതിയിലൊന്നുമില്ല. പക്ഷേ സത്യസന്ധമായ കാര്യം കാവ്യ അല്ല. കാരണം കാവ്യ കാരണമാണ് എൻ്റെ ജീവിതം മുഴുവൻ പോയതെങ്കിൽ അത് വലിയൊരു ബോംബാണെങ്കിൽ തീക്കളിയാണ്. പിന്നെ ഞാനത് പോയി ടച്ചില്ല. അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ കാവ്യയെ കല്യാണം കഴിച്ചത്.